ഇനിയൊരു മോനും ഇങ്ങനെ ഒരു ഗതികേടുണ്ടാകരുത്. നല്ല കോളേജെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ട് അവൻ അഡ്മിഷൻ എടുത്തതാണ്. പക്ഷേ അവർ കൊന്നുകളഞ്ഞില്ലേ മോനെ. ഹർത്താൽ നടത്തുന്നത് നല്ലത് തന്നെ, മോൻ്റെ നീതിക്കായല്ലേ നടത്തുന്നത്. 12 സംഘടനകളാണ് നടത്തുന്നത്. അതെല്ലാം പിന്തുണയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ടാകും. പിന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നിതിനോടൊപ്പം നിൽക്കണം, എല്ലാവരും കേരളത്തിൽ. കാരണം ഇനിയൊരു മോനും ഇങ്ങനെ ഒരു ഗതികേടുണ്ടാകരുത്. നല്ല കോളേജെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ട് അവൻ അഡ്മിഷൻ എടുത്തതാണ്. പക്ഷേ അവർ കൊന്നുകളഞ്ഞില്ലേ മോനെ. അതുകൊണ്ട് ഇതുപോലെയുള്ള ഹർത്താലോ മറ്റൊന്നും ഉണ്ടാവാതിരിക്കാൻ, ഇനി ഇങ്ങനെ ഒരു നീതി ഉണ്ടാവാതിരിക്കാൻ, ഇനി മേലിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പസിലും ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാനും എല്ലാവരും അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യണം. ഈ ഹർത്താൽ നടത്തുന്നവരെ സംസാരിച്ചിരുന്നോ, കണ്ടിരുന്നോ? കുറേ പേരൊക്കെ വന്ന് കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. മോൻ്റെ കാര്യത്തിന് അവർ ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു. ഹർത്താലിനോട് അച്ഛൻ കുടുംബം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹർത്താൽ നല്ലത് തന്നെയാണ്. കാരണം സമാധാനപരമായി മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത വിധത്തിൽ ആണ് അവർ ഹർത്താൽ നടത്തുന്നത്. മോൻ്റെ നീതിക്കായാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഈ മുൻകൂർ ജാമ്യം ഒരാൾക്ക് കിട്ടി, സംഗീത എന്ന് പറയുന്ന ടീച്ചർക്ക്. റാം എന്ന് പറയുന്ന ആളെ ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നെങ്കിൽ പോലും ഇവരെ പ്രതികൾ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് പോലീസ് കളിക്കുന്ന കള്ളക്കളിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ഇരിക്കുന്ന അവരെ അറസ്റ്റ് ചെയ്യുകയും ഒരാളെ ജാമ്യത്തിൽ വിടുകയും മറ്റൊരാൾക്ക് ജാമ്യം നിഷേധിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും ഇരിക്കുന്നു. പിന്നെ രണ്ടാമത് പറയുന്നു, റാം കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. പോലീസ് എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരെ പിടിക്കാൻ അവിടെ എവിടെയൊക്കെ ഉണ്ട്, അവരെ സ്ക്വാഡുകളുണ്ടെന്ന് പറയുന്നു. ഈ സെക്കൻഡ് വരെ അവിടെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോഴതെല്ലാം എന്ന് പറയുന്നത് ഒരു ഒളിച്ചുകളി നാടകമാണ്. അല്ലാതെ എന്നേ അവരെ പിടിക്കായിരുന്നു, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരായിരുന്നു. നിങ്ങളുടെ കുടുംബം സ്വീകരിച്ചിട്ടുള്ള നിയമ നടപടികൾ അതുമായി മുന്നോട്ട് എന്തൊക്കെയാണ്? ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇരിക്കുന്നത്. കാരണം അവന് നീതി കിട്ടണം. അവൻ പഠിക്കാനല്ലേ ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് അവർ മനഃപൂർവ്വം കൊന്നു കളഞ്ഞില്ലേ എല്ലാവരും. പിന്നെ അവിടെ നടന്ന സംഭവങ്ങൾ വിഷ്വൽസ് ഒന്നും ഞങ്ങൾക്ക് ഹാജരാക്കി. പ്രിൻസിപ്പൽ റൂമിൽ വിചാരണ ചെയ്യുന്നതിൻ്റെ വിഷ്വൽസ് മാത്രം. ബാക്കി ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതായത് സ്റ്റാഫ് റൂമിൽ നടന്നത്, അതിന് പുറത്ത് നടന്നത്, കോളേജിൽ നിന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അവിടുത്തെ വിഷ്വൽസ് ഒന്നും അവർ നമുക്ക് തന്നിട്ടുമില്ല, ഞങ്ങളെ കാണിച്ചിട്ടുമില്ല. അത് ACP ഹരിപ്രസാദ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ ചുമതല. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറൊരാളെ കൈവശം, വേറൊരു ഉദ്യോഗസ്ഥൻ്റെ കൈവശമാണ്, ഞങ്ങളുടെ കൈവശമില്ല, അത് ഉടൻ തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് പറയും. പക്ഷേ അതുപോലും കാണിക്കാതെയാണ് കോടതിയിൽ പേപ്പറുകൾ സമർപ്പിച്ചത്, പരാതികൾ.